ലോണും കടവും ഒന്നുമില്ലാതെ ഒരു സാധാരണക്കാരന് 2 വർഷം കൊണ്ട് ഒരു വീട് വെക്കാൻ കഴിയുമോ? വെൽക്കം ടു ഡേ 1 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. നമ്മുടെ സ്വപ്ന വീട് എന്ന ചലഞ്ചിന്റെ 1ാമത്തെ ദിവസമാണിന്ന്. അതിനുവേണ്ടി ആദ്യമായി നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ വേണം. അങ്ങനെ നമുക്ക് വേണ്ട എമൗണ്ടും സമയവും ഒക്കെ കൃത്യമായി ഒന്ന് കണക്കുകൂട്ടി നോക്കി. വസ്തു ഉണ്ടെങ്കിലും നിലവിൽ അതിലൊരു ബിൽഡിംഗ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ പുതുതായി ഒരു വസ്തു മേടിച്ച് വീട് വെക്കേണ്ടി വരും. ആവറേജ് രീതിയിൽ കണക്കുകൂട്ടി നോക്കിയപ്പോൾ വസ്തുവിനും വീടിനും കൂടി ഏകദേശം ഒരു 50 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ അമ്മോ, 50 ലക്ഷം 2 വർഷം കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു വർഷം 25 ലക്ഷം രൂപ. കണക്ക് കണ്ടപ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നു. സീറോയിൽ നിന്നാണ് ഈ 2 കൊല്ലം കൊണ്ട് 50 ലക്ഷം ഉണ്ടാക്കേണ്ടത്. എന്നാലും കോൺഫിഡൻസ് വിട്ടുകളയാൻ തയ്യാറല്ല. ഒരു കൈ നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. നമ്മുടെ മുന്നിലുള്ളത് 730 ദിവസമാണ്. 730 ദിവസം കൊണ്ട് 50 ലക്ഷം വേണമെങ്കിൽ ഒരു ദിവസം 6849 രൂപ ഉണ്ടാക്കണം. അതായത് ഒരു മാസം ഏകദേശം 2,05,000 രൂപ. സത്യത്തിൽ കണക്ക് കണ്ടപ്പോൾ കോൺഫിഡൻസ് ലെവൽ പകുതിയായി കുറഞ്ഞു. അപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. ഒരു വർഷം 25 ലക്ഷം ഉണ്ടാക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഏകദേശം 30% വർഷം അടയ്ക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായി ചാറ്റ് ജിപിടിയോട് ചോദിച്ചപ്പോൾ 50 ലക്ഷത്തിന് 2 വർഷം കൊണ്ട് 10 ലക്ഷം രൂപയോളം ടാക്സ് വരും. അതായത് നമ്മുടെ കയ്യിൽ 50 ലക്ഷം കിട്ടണമെങ്കിൽ 65 ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ഇത് കണ്ട് നല്ല പോലെ ഡൗൺ ആയെങ്കിലും മുന്നോട്ട് തന്നെ പോകാമെന്ന് ഉറപ്പിച്ചു. ഇന്നു മുതൽ തന്നെ പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം. ബാക്കി വീഡിയോ നാളെ.